നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്ക് ട്രേഡേഴ്സിന്റെ ഏറ്റവും വലിയ വില്ലൻ ആരാധനയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ. അതാണ് സ്റ്റോക്ക് ട്രേഡേഴ്സിന്റെ ഏറ്റവും വലിയ വില്ലൻ. നിങ്ങൾ പല വേറെ വില്ലന്മാരെ ഇപ്പോൾ പറയായിരിക്കും, എന്നാൽ പോലും ഈ വില്ലനെ എങ്ങനെ അടിച്ചോടിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ഒരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ആ ട്രേഡിംഗ് പ്ലാൻ വിട്ട് നിങ്ങൾ കളിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വെക്കുക. ഈ ഒരു ട്രേഡ് മുകളിലോട്ട് പോയപ്പോൾ നിങ്ങൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള വെറുതെയുള്ള ഗോൾസ് ഒന്നും വെക്കുക. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വെക്കുക. അതേപോലെ തന്നെ പേഷ്യൻസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഓവർനൈറ്റ് കൊണ്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു സാധനം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വലിയ വലിയ വള്ളികളൊന്നും നിങ്ങൾ പിടിക്കില്ല. അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ കാണാതിരിക്കുക, ന്യൂസ് ബേസ്ഡ് ട്രേഡ്സ് എടുക്കാതിരിക്കുക. ഇങ്ങനെയാണ് കുറേ പേര് ലോകത്തുണ്ടാക്കുന്നത്. ന്യൂസിലുണ്ടെന്ന് പറഞ്ഞാൽ നേരെ പോയി ബൈ, അത് നേരെ ക്രാഷ് ആയിരിക്കാവുന്നത്, കുറേ കാശ് പോയി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കുക. നിങ്ങളൊരു ട്രേഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അനാലിസിസ് ആണ്, നിങ്ങളുടെ വിശ്വാസമാണ്. ആ ട്രേഡ് ഇങ്ങനെ ചെയ്യുക, ഇവിടെ എൻട്രി എടുക്കുക, ഇവിടെ എക്സിറ്റ് ചെയ്യുക. അതിൽ വിശ്വസിക്കുക. അല്ല അത് മുകളിലോട്ടോ താഴോട്ടോ പോട്ടെ, നിങ്ങളുടെ വിഷയമല്ല. കാരണം ഇന്നൊരു ദിവസമല്ല, 100 ട്രേഡിംഗ് ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് പോയെന്ന് പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഈ ഫോമോ ഒഴിവാക്കാൻ പറ്റും. അതായത് ഈ വില്ലനെ അടിച്ചോടിക്കാൻ പറ്റും. അപ്പോൾ ഈ വില്ലനെ അടിച്ചോടിക്കുക, നിങ്ങൾ നിങ്ങളുടെ തന്നെ ഹീറോസ് ആവുക.